സുപ്രഭാതം എഡിറ്റോറിയൽ 2026 ഓഗസ്റ്റ് 22 ശനി. പെല്ലറ്റിനേക്കാൾ മാരകം നീതി നിഷേധം. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ തലസ്ഥാനത്ത് പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ ഡൽഹി പോലീസ് നടത്തിയ ക്രൂരതയിൽ നീതിക്ക് വേണ്ടി മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വന്നിരിക്കുകയാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന്. പോലീസിന്റെ പെല്ലറ്റ് ആക്രമണത്തിൽ കാഴ്ച നഷ്ടപ്പെട്ട ഒരു വിദ്യാർത്ഥിയുടെ പരാതിയിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധി പോലീസ് സ്റ്റേഷനിൽ നടത്തിയ പ്രതിഷേധത്തിന് മുന്നിൽ ഭരണകൂടം തലകുനിച്ചെങ്കിലും അതുയർത്തുന്ന നിയമ പൗരാവകാശ ചോദ്യങ്ങൾ ആധിയേറ്റുകയാണ്. ന്യായം തേടുന്ന പൗരന് അത് ലഭിക്കാനായി ഇത്രയും പോകേണ്ടി വരുന്നത് നിയമവാഴ്ചയുടെ അന്തസത്ത റദ്ദാക്കപ്പെടുന്നതിന് തുല്യമാണ്. ജൂലൈ 20 നടന്ന പാർലമെന്റ് മാർച്ചിനിടെയാണ് സാഹിൽ ലോച്ചവ് എന്ന വിദ്യാർത്ഥിക്ക് പെല്ലറ്റ് ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റത്. ഒരു കണ്ണിന്റെ കാഴ്ചയും നഷ്ടപ്പെട്ടു. തനിക്കെതിരെ നടന്ന നിയമവിരുദ്ധ നടപടിക്കെതിരെ സാഹിൽ നേരത്തെ ഡൽഹി പോലീസിന് രേഖാമൂലം പരാതി നൽകിയിരുന്നതാണ്. എന്നാൽ തുടർ നടപടി സ്വീകരിക്കാനോ പരാതിയിൽ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന്റെ പേര് വിവരം നൽകാനോ പോലീസ് തയ്യാറായില്ല. ശരീരത്തിൽ നിന്ന് പുറത്തെടുത്ത പെല്ലറ്റുകളും കാഴ്ച നഷ്ടപ്പെട്ടതടക്കമുള്ള പരുക്കുകളുടെ മെഡിക്കൽ രേഖകളും കാണിച്ചുകൊണ്ടാണ് പോലീസിന് മുന്നിൽ രാഹുലും വിദ്യാർത്ഥിയും നീതി തേടിയത്. ആദ്യം മന്ദിർ മാർഗ് പോലീസ് സ്റ്റേഷനിലെത്തിയ രാഹുലും വിദ്യാർത്ഥിയും അമ്മയും അവിടെ നിന്ന് ഡൽഹി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിലും പിന്നാലെ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലും എത്തി. പെല്ലറ്റ് ആക്രമണം നടത്തിയ പോലീസുകാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് പിരിഞ്ഞു പോകില്ലെന്ന നിലപാടുമായി രാഹുൽ സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്നു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഡൽഹി പോലീസ് FIR രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. രാഹുലിന്റെ ഇടപെടൽ വിജയം കണ്ടതോടെ പതിവ് വിദ്വേഷ ആഖ്യാനങ്ങളുമായി BJP കേന്ദ്രങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. രാഹുൽ അരാജകത്വത്തിന്റെ രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് BJPയുടെ ആരോപണം. ഒരു പൗരന്റെ ന്യായമായ ആവശ്യം നിഷേധിക്കുന്ന ഭരണകൂട ഭീകരതയാണ് അരാജകത്വത്തിന്റെ അടയാളം. തങ്ങളുടെ ക്രൂര ചെയ്തികൾ മറച്ചുപിടിക്കാൻ പതിവ് പോലെ പുറത്തെടുക്കുന്ന വിദ്വേഷ പ്രചാരണം പുതിയ തലമുറ മുഖവിലക്കെടുക്കുന്നില്ലെന്ന് ഇനിയെങ്കിലും ഭരണകൂട വക്താക്കൾ മനസ്സിലാക്കണം. നീതി നിഷേധിക്കപ്പെട്ട, അന്യായമായി ആക്രമിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ ആവശ്യം പരിഗണിക്കാൻ എന്ത് നിയമപരമായ തടസ്സമാണ് ഡൽഹി പോലീസിനുണ്ടായിരുന്നത് എന്നത് BJP നേതാക്കൾ പറയുന്നില്ല. ഒരാൾക്ക് പോലീസിൽ നിന്ന് നിയമവിരുദ്ധമായ നടപടിയിലൂടെ പരിക്കേറ്റാൽ നിയമപരമായ വഴിയിലൂടെ പരിഹാരം തേടാനുള്ള അവസരം പോലും രാജ്യത്ത് നിഷേധിക്കപ്പെടുന്നുവെന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് സാഹിലിനോടുള്ള സമീപനം. ഒരു പരാതി സ്വീകരിക്കാനും കേസെടുത്ത് അന്വേഷിക്കാനും പോലീസ് എന്തിനാണ് ഇത്രയും ഭയക്കുന്നത്? പരാതി രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി പോലീസിന് വീഴ്ചയില്ലെങ്കിൽ അത് വ്യക്തമാക്കുന്നതിന് പകരം പരാതിയെ പാടില്ലെന്നത് തികച്ചും ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണ്. ഒരു വ്യക്തിയുടെ ന്യായമായ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്യാൻ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന് 5 മണിക്കൂറോളം പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരിക്കേണ്ടി വരുന്നത് ജനാധിപത്യത്തിന് ഒട്ടും ഭൂഷണമല്ല. രാജ്യം ജനാധിപത്യത്തിന് കീഴിലാണെന്ന് പോലീസ് അധികാരികൾ മറന്നുപോകരുത്. ഭരണഘടന കൽപ്പിച്ചു നൽകിയ മൗലിക അവകാശങ്ങൾ നിയമം മൂലം നടപ്പാക്കേണ്ട ബാധ്യതയുള്ള പോലീസുകാർ തെളിവുകൾ സഹിതം പരാതിപ്പെട്ട പൗരന്റെ ആവശ്യം നിഷേധിക്കാൻ കാട്ടിക്കൂട്ടിയ നടപടികൾ ഏത് മാനുവൽ വെച്ചാണ് ന്യായീകരിക്കുക? പലതുകൊണ്ടും ചരിത്രത്തിൽ കുപ്രസിദ്ധി നേടിയ ഡൽഹി പോലീസിന് ഇതൊരു തീരാ കളങ്കമാണെന്നതിൽ തർക്കമില്ല. ജന്തർ മന്ദർ സമരവും അതിനെ നേരിട്ട പ്രാകൃതമായ രീതികളും ഡൽഹി പോലീസിന്റെ മുഖം തുറന്നു കാട്ടിയതാണ്. സമരത്തിന് ശേഷവും തങ്ങളുടെ ധിക്കാരപരമായ സമീപനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് സാഹിലിനോടുള്ള സമീപനം വ്യക്തമാക്കുന്നത്. കേന്ദ്ര സർക്കാർ നേരിട്ട് നിയന്ത്രിക്കുന്ന ഡൽഹി പോലീസിന്റെ രാഷ്ട്രീയ വിധേയത്വം കൂടിയാണ് ഇത്തരം നിയമവിരുദ്ധ നടപടികളുടെ പിന്നാമ്പുറം. ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭവും അതിന്റെ ചുവട് പിടിച്ച് രാജ്യത്തങ്ങോളം ഇങ്ങോളം നടന്ന പ്രതിഷേധങ്ങളും മോദി ഭരണകൂടത്തെ അടിമുടി വിറപ്പിച്ചു എന്നത് വസ്തുതയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നത് വരെ ഒരിളക്കവും തട്ടാതെ വിദ്യാർത്ഥി പ്രക്ഷോഭം ആളി നിന്നത് മോദി സർക്കാരിനെ പിടിച്ചു കുലുക്കി. എന്നാൽ മന്ത്രിയുടെ രാജിക്ക് പിന്നാലെ സമരം പിൻവലിച്ചതോടെ ഭരണകൂടത്തിന്റെ മട്ടുമാറിയെന്നാണ് കുറച്ചു ദിവസത്തെ കാഴ്ചകൾ കാട്ടിത്തരുന്നത്. വിദ്യാർത്ഥികൾക്കെതിരെ ബലപ്രയോഗം നടത്തിയിട്ടില്ലെന്നും തങ്ങൾക്കാണ് കൂടുതൽ പരിക്കേറ്റതെന്നുമാണ് ഡൽഹി പോലീസ് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത്. ഫലത്തിൽ സമരം തീർക്കാനായി വിദ്യാർത്ഥികളുമായി ഉണ്ടാക്കിയ ഒത്തുതീർപ്പ് വ്യവസ്ഥകളെല്ലാം സർക്കാർ ലംഘിക്കുന്ന അവസ്ഥയാണിപ്പോൾ. സുപ്രീം കോടതിയുടെ കർശനമായ ഇടപെടൽ വന്നത് മാത്രമാണ് വിദ്യാർത്ഥികൾക്കുള്ള ഏക ആശ്വാസം. ഭരണകൂടവും പോലീസും നടത്തുന്ന ഇത്തരം നീതി നിഷേധങ്ങൾക്കെതിരെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ കുറെ കൂടി ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ജന്തർ മന്ദർ പ്രക്ഷോഭം പ്രതിപക്ഷത്തിനു കൂടിയുള്ള പാഠമായിരുന്നു. ഭരണകൂടത്തിനെതിരെ ഉയരുന്ന ജനവികാരം പ്രകടിപ്പിക്കാനും അനീതികളെയും അതിക്രമങ്ങളെയും ചോദ്യം ചെയ്യാനും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ പിൻബലമില്ലാതെയും രാജ്യത്തെ വിദ്യാർത്ഥികൾക്കും യുവതയ്ക്കും കഴിയുമെന്ന് ജന്തർ മന്ദറും റാഞ്ചിയും തെളിയിച്ചു കഴിഞ്ഞു. അതിലും പാഠം പഠിക്കാത്ത ഭരണകൂടത്തെ തിരുത്താൻ ഇനിയെങ്കിലും പ്രതിപക്ഷം കൂടുതൽ കരുത്തോടെ ഇടപെടുകയാണ് വേണ്ടത്.